2025 തെലുങ്കിൽ മാസ് പടങ്ങളൊന്നും വരാത്തതുകൊണ്ട് മാസ് മഹാരാജ് എന്ന വിളിപ്പേരുള്ള നമ്മുടെ രവി തേജ സാർ കുറച്ചധികം മാസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറക്കിവിട്ട ഒരു മാസ് പടമാണ് മാസ് ജദാര. പടത്തിന്റെ പേരും മാസ്, പടത്തിലും മാസ്, പക്ഷെ നടൻ മാത്രം മാസ് എന്ന പേര് വെച്ചിട്ട് ആസായി പോയി. അപ്പോൾ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയെ കാണിക്കാൻ വേണ്ടി ഹീറോയെ പൊക്കി പറയാൻ വേണ്ടി ഒരുത്തുണ്ട്. തെലുങ്ക് സ്റ്റൈൽ പൊക്കി പറച്ചിൽ ഇപ്പോൾ കുറച്ച് കൂടി പോകുന്നു എന്നുള്ളൊരു സംശയം ഇനി കാണാൻ പോകുന്ന ഡയലോഗ് തന്നെ മനസ്സിലാക്കാം. ട്രാൻസ്ഫോമറിന്റെ മുമ്പിൽ ഒരു ഡേഞ്ചർ ബോർഡ് കണ്ടിട്ടില്ലേ? അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുത്തനെ അവിടെ ഉള്ളത്. ഇത് ഹീറോയെ പൊക്കി പറഞ്ഞതാണ് അതോ കളിയാക്കി പറഞ്ഞതാണ്? നമ്മുടെ ഹീറോ ഒരു റെയിൽവേ പോലീസാണ്. അതുകൊണ്ട് റോഡിൽ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ കൂടെയാണ് ബൈക്കിൽ വരുന്നത്. അവിടെയും നമ്മുടെ ഹീറോ മാസിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോഴേക്കും ഒരു പോലീസ് ചോദിക്കും, താനാണല്ലേ റെയിൽവേ എസ്ഐ? ഇയാളെ ഇത്രയും മാസമായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ വന്നിട്ട് മനസ്സിലായില്ലേ റെയിൽവേ പോലീസ് ആരാണെന്ന്? അങ്ങനെ ആ രാത്രി മാസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ മാസ് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ കുറച്ച് ജോലിക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് പോയി മാസ് കാണിക്കും. ആ സാധനം എങ്ങനെയാ ഹീറോയുടെ കയ്യിൽ വന്നത്? ഇനി കയ്യിൽ വല്ല കാന്തവും വെച്ചിട്ടുണ്ടായിരിക്കുമോ എന്തോ. ഇനി നമുക്ക് ടൈറ്റിൽ കാർഡ് കാണിക്കണം. അതുകൊണ്ട് കുറച്ച് മാസ് ഡയലോഗ് വേണം. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, ഇവിടുത്തെ ക്രൈംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാ സാറേ ഞാൻ പോലീസിൽ ചേർന്നത്. ഞാൻ സാധാരണ റെയിൽവേ പോലീസ് ഒന്നുമല്ല, ക്രിമിനൽ പോലീസാ. അമ്പോ മാസ് തന്നെ. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് മാസ് ഉണ്ട്, പക്ഷെ പെണ്ണില്ല. അതുകൊണ്ട് ഒരു പെണ്ണിനെ കാണാൻ പോയപ്പോൾ പെണ്ണ് ചോദിക്കും, വൈഫിൽ നിന്ന് എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്റെ മുത്തശ്ശന്റെ കൂടെ ജീവിക്കുന്ന എത്ര കഷ്ടപ്പാടാണെന്നറിയോ? കുക്കിംഗ് പോലും അറിയില്ല. മര്യാദയ്ക്ക് ആഹാരെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നാൽ പിന്നെ ഒരു വേലക്കാരിയെ വെച്ചാൽ പോരാടാ. അങ്ങനെ എങ്ങനെയൊക്കെ കൺവിൻസ് ആക്കി ആ പെണ്ണിനെ വീഴ്ത്തി നമ്മുടെ ഹീറോയുടെ മുത്തച്ഛന്റെ കഴപ്പ് കാരണം ആ പെണ്ണും പോയി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വില്ലന്റെ സെക്ഷനിലേക്ക് പോവാം. ഇത്രയും വലിയ മാസ് പടത്തിൽ കൂടിയ മാസ് ഹീറോ ഉള്ളതുകൊണ്ട് ഒരു വൻ മാസ് വില്ലൻ തന്നെ വേണമല്ലോ. അതുകൊണ്ട് വില്ലൻ എവിടെ പോയിരുന്നാലും മാസിന് വേണ്ടി ഒരു പാമ്പിനെ കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. പാമ്പിനെ കൊണ്ട് നടക്കുമ്പോൾ പാമ്പാട്ടിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, വിഷമില്ലാത്ത പാമ്പിനെ പിടിച്ച് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ഞാൻ എന്താ പാമ്പാട്ടിയാണെന്ന് നീ വിചാരിച്ചു? ഇങ്ങനെ പറഞ്ഞിട്ട് ആ പാമ്പിനെ വിട്ട് തന്നെ അത് പറഞ്ഞവനെ കടിപ്പിക്കും. ആക്ച്വലി ഇതാണ് നമ്മുടെ മാസ് വില്ലന്റെ ജോലി. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ കയ്യിലിരിപ്പ് നല്ലതായിട്ട് ട്രാൻസ്ഫർ കിട്ടി നമ്മുടെ വില്ലന്റെ നാട്ടിലെത്തി. ഓ, നമ്മളാരും പ്രതീക്ഷിക്കാത്ത സ്റ്റോറി ആയി പോയി. അങ്ങനെ ആ നാട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും ഒരുത്തം വന്ന് ഹീറോ എടുത്ത് ചോദിക്കും, പ്രായത്തിലേക്ക് ഇനി പെണ്ണിട്ടൊന്നും തോന്നുന്നുണ്ടോ സാർ? ആഹാ, ഈ കാര്യം നമ്മുടെ ഹീറോ കഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ. ആ നാട്ടിൽ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് മാത്രമല്ല പശുവിനെയും കെട്ടിയിടാം. പോരാത്തതിന് എവിടെ നിന്ന് വേണമെങ്കിലും കഞ്ചാവ് വലിക്കും. അതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത. ഇതൊന്നും നമ്മുടെ ഹീറോയ്ക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് കഞ്ചാവ് വലിച്ചിട്ട് തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ പോലീസ് പറയും, സാറ് റെയിൽവേ പോലീസ് ആണെങ്കിലേ പ്ലാറ്റ്ഫോം ക്ലീൻ ആണോ അല്ലയോ, ട്രെയിനിൽ ആരെങ്കിലും വേസ്റ്റ് ഇടുന്നുണ്ടോ, അത് പുറത്തെറിയുന്നുണ്ടോ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് നാട്ടിച്ചു വിടും. ചേടാ, ആ നാട്ടിൽ മാസ് കാണിക്കാമെന്ന് വിചാരിച്ച് വന്ന നമ്മുടെ മാസ് ഹീറോയ്ക്ക് മാസ് കാണിക്കാൻ പോലും പറ്റില്ലല്ലോ. അങ്ങനെ ഇന്നത്തേക്കുള്ള ഊക്കും വാങ്ങിച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് പേർ അതിനും സമ്മതിക്കുന്നു. അങ്ങനെ ആ ശബ്ദം എന്തെന്ന് ചെന്ന് നോക്കിയപ്പോൾ ശവായി അടിക്കാൻ വേണ്ടി 2 വേട്ടോളിയന്മാർ ചേർന്ന് മയിലിനെ വെടിവെച്ച് വീത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും മാസ് കാണിക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവന്മാരെയും കൊണ്ട് ഫോറസ്റ്റ് ഓഫീസറിന്റെ അടുത്ത് പോയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഊക്ക് വാങ്ങിച്ചു. സോ ടോട്ടലി ഇന്ന് 2 ഊക്കുകൾ വാങ്ങിച്ചു കൂട്ടി നമ്മുടെ ഹീറോ. അങ്ങനെ അടുത്ത ദിവസം ഈ മൊണ്ണ ടീംസ് ചേർന്ന് വീണ്ടും നമ്മുടെ ഹീറോയെ ഊക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോകും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ചോദിക്കും, ടിക്കറ്റ് എവിടെ? ഞാനൊന്നും പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റ് പോലും വാങ്ങാത്തവനാ. ആഹാ, അത് നിങ്ങളൊക്കെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി +2 പോയിട്ട് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലെന്ന്. എന്നാലും ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞതിന് ഒരു റെസ്പെക്ട്. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ അവന്മാരെല്ലാം അടിച്ച് എയറിൽ കയറ്റും. സാധാരണ ടിക്കറ്റ് ഇല്ലെങ്കിൽ പിഴയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ ആ നാട്ടിൽ പിഴയ്ക്ക് പകരം അടിയാണ്. അങ്ങനെ പടത്തിൽ നടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീലീല വരുന്നത്. പെണ്ണുങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ചെറിയ കണ്ണുകടിയൊക്കെ കൂടും. പിന്നെ ഒരു അരമണിക്കൂർ ഇവരുടെ 2 പേരുടെ ഒലിപ്പിൽ കണ്ട് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. അങ്ങനെ നമ്മുടെ വില്ലന്റെ ആളുകൾ ചേർന്ന ഒരുത്തനെ അറ്റാക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തി. മാസ് കാണിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാലും നമ്മുടെ ഹീറോ വിടില്ല. പിന്നെയാണ് ഇത്രയും വലിയ ചാൻസ് കിട്ടിയത്. മാസ് ഹീറോ ചുമ്മാതിരിക്കോ? ഹീറോ അവിടെയുള്ള എല്ലാവരും അടിച്ച് മാസ് കാണിക്കും. ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ വില്ലൻ നേരെ ഹീറോയുടെ വീട്ടിലേക്ക്. അപ്പോഴാണ് വില്ലന് ഓർമ്മ വന്നത് വില്ലന്റെ പെറ്റായ പാമ്പിനെ എടുക്കാൻ മറന്നുള്ള കാര്യം. അതുകൊണ്ട് പറയും, എനിക്ക് തടസ്സമായി വരുന്നത് ആരാണെങ്കിലും അവരെ ബലി കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇത് നിനക്ക് തരുന്ന അവസാനത്തെ വാണിംഗ്. ഇതൊന്നും കേട്ട് നമ്മുടെ ഹീറോ പേടിക്കത്തില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ലവ് മൂഡാണ്. അപ്പോഴാണ് ശ്രീലീലയുടെ യഥാർത്ഥ പണി ഹീറോ കണ്ടുപിടിക്കുന്നത്. അതായത് ശ്രീലീലയുടെ ജോലി എന്ന് വെച്ചാൽ കഞ്ചാവ് വിൽക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോഴും മാസ് കാണിക്കാൻ ഒരു ഓപ്ഷൻ കിട്ടിയുള്ളൂ എന്ന്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് തന്റെ ലവർ കഞ്ചാവ് ബിസിനസ് എന്ന് അറിഞ്ഞപ്പോൾ കേസ് എടുക്കുന്നതിന് പകരം 2 പേരും ചേർന്ന് ഒരു ഡാൻസ് അങ്ങ് കളിക്കും. ബാക്കിയുള്ളവർ കഞ്ചാവ് വിറ്റാൽ അത് തെറ്റി, എന്നാലും ശ്രീലീല ചെയ്താൽ അത് ക്യൂട്ട്നെസ് പോലും. എന്തോന്നടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് മാസ് കാണിക്കാൻ ഒരു ബിഗ് ചാൻസ് കിട്ടുന്നത്. നമ്മുടെ വില്ലന്റെ ചരക്കുകളിൽ ഒരു ഗുഡ്സ് ട്രെയിനിൽ കയറ്റി മുംബൈയിലേക്ക് അയക്കും. നമ്മുടെ മാസ് ഹീറോ ആ ട്രെയിനെ പിടിച്ച് പ്ലാറ്റ്ഫോമിൽ പിടിച്ചു. എന്നിട്ട് ആ ചരക്കിനെ എടുത്ത് മറിച്ച് വിൽക്കാൻ വേണ്ടി ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ ആ വില്ലൻ ആ ചരക്കിനെ അന്വേഷിച്ച് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. ലാസ്റ്റ് വില്ലന്മാർ ആ സ്ഥലം കണ്ടുപിടിക്കും. അവിടെ ഒരു കാവൽക്കാരനും ഉണ്ടായിരുന്നു, എക്സ് മിലിറ്ററി നമ്മുടെ ഹീറോയുടെ മാസ് മുത്തച്ഛൻ. അങ്ങനെ ആ മുത്തച്ഛനെയും അവർ പണ്ണു. ഇതറിഞ്ഞ് നമ്മുടെ മാസ് ഹീറോ നേരെ ചെന്ന് മാസ് കാണിച്ച് വില്ലന്റെ കഴുത്തിനെ അങ്ങ് വെട്ടിയെടുക്കും. അങ്ങനെ പടം തീർന്നു.